ഹായ് ഓൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ അങ്ങനെ അമ്മേൻ്റെ നാട്ടിലത്തിൻ്റെ പിറ്റേ ദിവസം തന്നെ നമ്മളൊരു അമ്പലത്തിൽ പോയിട്ടുണ്ട്. ചെറുചോലക്കര എന്ന് പറഞ്ഞൊരു അമ്പലത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പം ഞാനും അമ്മയും റിക്കൂട്ടനും പിന്നെ നമ്മളെ കുഞ്ഞാറ്റിയുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ അമ്മായി. ഇതല്ല കേട്ടോ, ഇതിനകത്ത് ഇപ്പോൾ വണ്ടി കയറിയതാണ് അമ്മായി. പിന്നെ മറ്റേത് വേറൊരു വല്യമ്മയും കൂടിയാണ്. അപ്പം നമ്മൾ ഇത്രയും കൂടിയിട്ടാണ് ഓട്ടോയിൽ പോകുന്നത്. അങ്ങനെ നമ്മൾ മാമൻ്റെ വീട്ടിൻ്റെ കുറച്ചിപ്പം തന്നെ വേറൊരു വീടുണ്ട്. അപ്പോൾ ആ നെയ്ബറിൻ്റെ ഓട്ടോയിലാണ് കേട്ടോ നമ്മൾ പോകുന്നത് അമ്പലത്തിലേക്ക്. അതാണ് വീട്ടിൽ നിന്ന് പോകുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നത് അല്ലേ? സംഭവം ഇത് അവരെ വീട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ കുഞ്ഞാറ്റേൻ്റെ സ്കൂൾ വണ്ടിയാണ് കേട്ടോ ഇത്. അപ്പോൾ കുഞ്ഞാറ്റ സ്കൂളിൽ പോകാണ്ട് ലീവാക്കിയതാണ് നമ്മൾ വന്നുകൊണ്ട് 2 ദിവസത്തേക്ക്. അങ്ങനെ കുഞ്ഞാറ്റൻ്റെ കയ്യിലുള്ള കവറിൽ നമ്മളെ എള്ളെണ്ണയും പിന്നെ ചന്ദനത്തിരിയെല്ലാം അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മായി വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും നല്ല പ്രകൃതി രമണീയതയെല്ലാം കണ്ടിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡിക്കു വണ്ടിയിൽ നിന്ന് കുറേ സമയത്തിന് ശേഷം നല്ലതുപോലെ ഉറങ്ങിപ്പോയിട്ടുണ്ടായിന്. പിന്നെ അവിടെ എത്തിയതിന് ശേഷം അവിടുന്ന് ചെണ്ടമുട്ടുന്ന സൗണ്ട് കേട്ടപ്പോഴാണ് ഓൻ എണീച്ചിട്ടുണ്ടായതേ. നമ്മളവിടെ ഇറങ്ങിയ സമയത്ത് തന്നെ ഇതുപോലത്തെ ഒരു പാട്ടായിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നത്. എൻ്റെ നാട്ടിലൊന്നും ഇങ്ങനെ ഈ പാട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതെന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ അമ്മയും അമ്മായിയും കൂടിയിട്ട് നമ്മളെ ആ വീട്ടിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ വേറൊരു ശിവക്ഷേത്രമുണ്ട്, അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചന്ദനമാണ് ഞാൻ തൊട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ റിക്കൊണ്ട് ഇതെല്ലാം ഒന്ന് കാണിക്കാനല്ലോ. പിന്നെ ഇവിടുത്തെ അമ്പലത്തിലൊന്നും നമ്മൾ അങ്ങനെ അധികം പോയിട്ടൊന്നുമില്ല. അപ്പം കഴിഞ്ഞ ഒരാഴ്ച മുമ്പായിരുന്നു അമ്മ പറഞ്ഞത് ഇങ്ങനൊരു ക്ഷേത്രമുണ്ട്, നമ്മളെല്ലാവരും പോയിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെയാണെന്നല്ല. അപ്പം എന്തോ ഇവിടെ വന്ന സമയത്ത് കറക്റ്റ് സമയത്ത് അവിടെ ഉത്സവം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം കുറേ ചന്തയും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. അപ്പോൾ ഇതിൻ്റെ നേരെ അപ്പുറത്ത് തന്നെ ഒരു കടയുണ്ട്, അങ്ങ് ദൂരെ കാണുന്നുണ്ട് ഞങ്ങൾ. മൊത്തം നല്ല പ്രകൃതി രമണീയമായ സ്ഥലം തന്നെ പറയാം. ഫുള്ള് തെങ്ങും അങ്ങനെ വയലും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ തൊഴാൻ വേറൊരു സ്ഥലത്ത് കയറിയപ്പോൾ അവിടെ ഫിഷ് ടാങ്ക് കണ്ടത്. ഇതൊക്കെ നേരെ എന്നെയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയി. അമ്മ പൂജ ഫിഷ് എന്നും പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നേരത്തേക്കും മീനെല്ലാം കളിപ്പിച്ചിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നുണ്ടായിന്. അപ്പോൾ അമ്മ അവരെല്ലാം അവിടെ നിന്ന് തൊഴുന്നുണ്ട്. പിന്നെ നമ്മൾ പിന്നെ തൊഴിൽ പരിപാടികൾ ഇപ്പം നിർത്തിവെച്ചത് കൊണ്ട് വെറുതെ ഒന്നിച്ച് നടക്കുക, കാഴ്ചകൾ കാണുക, ഇത് തന്നെയാണ് നമ്മളെ പരിപാടി. അങ്ങനെ എല്ലാം കറങ്ങി നമ്മൾ വന്ന ശേഷം അവിടെ ഇരിക്കാൻ കുറച്ച് ചെയർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ ഒരലും ഒലക്കയും കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമുക്ക് കുറച്ച് പാട്ട് കേൾക്കാം. ഇത് എന്ത് തോറ്റം പാട്ട്, ഇത് എന്താണെന്നുള്ളത് ഞാൻ മറന്നുപോയി. നാഗപ്പാട്ടല്ല, വേറെ എന്തോ ഒരു പാട്ടാണ്.
അങ്ങനെ എന്താ ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നതിലാണ് റിക്കുവിന് ഈ സംഭവം ശ്രദ്ധയപ്പെട്ടത്. ഇവൻ പിന്നെ ഫുള്ള് ഇതിങ്ങനെ അതിലെത്തി നോക്കലും എന്തോ ഒരു സാധനം കളിക്കാൻ കിട്ടിയ ഒരു സന്തോഷമായിരുന്നു കേട്ടോ. അവനിത് ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. അപ്പോൾ ഞാനും മമ്മിയും ചിരിച്ച് പണിയൊരുങ്ങിനി കേട്ടോ റിക്കുവിൻ്റെ ഈ കളി കണ്ടിട്ട്. അതിൽ എനിക്കൊന്നും അവർ മഞ്ഞളും വേറെ എന്തെല്ലോ ഇങ്ങനെ ഇതാക്കി വെച്ചതാണ്. എന്നിട്ട് ഓനിങ്ങനെ അതിൽ നിന്ന് എടുത്തുകൊണ്ടും എൻ്റെ നെറ്റിക്ക് തൊട്ട് തരും, അമ്മക്ക് തൊട്ട് കൊടുക്കും. അങ്ങനെ എന്താ പറയുക, ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ അവിടുന്ന്. പിന്നെ എങ്ങനെയല്ലോ റിക്കുവിനെ വിളിച്ചിട്ട് അവിടുന്ന് മാറ്റി കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കിൽ തന്നെ ആയിട്ട് ഒരു ആടുണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ അടുത്തേക്ക് റിക്കുവിനെയും കൊണ്ടുപോയി. അപ്പോൾ കുറച്ച് സമയം ആടിനെല്ലാം നോക്കി നിന്ന്. അപ്പോഴേക്ക് അമ്മേൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അമ്മ പിന്നെ പൊരിഞ്ഞ വർത്താനായി അവരോട്, എപ്പോഴെങ്കിലും കാണുന്നതല്ലേ. റിക്കു ഇതപ്പം ആടിനെല്ലാം നോക്കി നിൽക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് എനിക്കൊന്ന് തിന്നെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുവാന്ന് തോന്നുന്നു, അങ്ങനെ ഇരിക്കുന്നുണ്ടായിന് കേട്ടോ. പിന്നെ അതിൻ്റെ പുറകിലായിട്ട് കോഴിക്കോടുണ്ടായിന്. പക്ഷേങ്കിൽ അങ്ങോട്ടേക്ക് ഭയങ്കര വെയിലായിരുന്നു, അതുകൊണ്ട് അധികം വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. പിന്നെ റിക്കു ആണെങ്കിൽ ഇതിനെ രണ്ടിനെയും കണ്ടിട്ട് അങ്ങോട്ടേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിനെ. കണ്ടില്ലേ, 2 കോഴികളുണ്ട്. പിന്നെ വേറൊരു കോഴീനെ അവർ കാല് കെട്ടിയിട്ട് അപ്പുറത്ത് വെച്ചിട്ടുണ്ടായിന്. പിന്നെ കുറച്ച് സമയം കൊണ്ട് കഴിഞ്ഞപ്പോൾ അവരെ എടുത്തിട്ട് ഇതിനെ കൂടെ തന്നെ ആക്കുന്നുണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ആരാ തിന്നുന്നേ? ആട്. പിന്നെ നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ കുഞ്ഞു മക്കളായിരുന്നു നമുക്ക് ഈ ചന്ദനെല്ലാം തരുന്നുണ്ടായിരുന്നത്. അങ്ങനെ അവർക്ക് പൈസ കൊടുത്ത് നമ്മൾ ചന്ദനമൊക്കെ മേടിച്ചിട്ടുണ്ടായിന്. അങ്ങനെ ഇതാ ഫസ്റ്റത്തെ വിളമ്പലിൽ തന്നെ, എന്നാൽ ഫസ്റ്റ് പന്തിയിൽ തന്നെ, പന്തിയാ എന്താണെന്നറിയില്ല, അതിൽ തന്നെ നമ്മൾ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പുറത്ത് കാണുന്നതാണ് സുജയ വല്യമ്മ. അപ്പം അവരുണ്ട്. പിന്നെ നമ്മളെല്ലാവരും നേരത്തെ കണ്ട നമ്മളെല്ലാവരും തന്നെ കേട്ടോ. അപ്പോൾ റിക്കോട്ട് ക്യാമറ കണ്ടിട്ട് കുറേ എക്സ്പ്രഷൻ എല്ലാം ഇടുന്നുണ്ട്. ഇപ്പോൾ കുഞ്ഞാട്ട അപ്പുറത്ത് ഇരുന്നിട്ടുണ്ട്, അമ്മായി ഉണ്ട്, ഞാനുണ്ട്. അപ്പോൾ റിക്കോട്ടെന്ന് അത്യാവശ്യം ചോറ് കഴിച്ചിട്ടുണ്ട്. നല്ല സാമ്പാറും കല്യാണ സദ്യ എന്ന് പറയില്ല അതുപോലെ ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിനെ. അപ്പം ആ സുജയ വല്യമ്മ റിക്കോട്ടിന് ഇതാ നല്ല പീപ്പിയും ഇതുപോലത്തെ ബലൂണെല്ലാം വാങ്ങിയിട്ടുണ്ട്. പിന്നെ ചക്കര ജിലേബിയാണ് കേട്ടോ. അത് വേറെ എന്തോ പറയുമായിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റാണ്. അമ്മ പറയലുണ്ടായിരുന്നു കേട്ടോ പണ്ട് ഇങ്ങനത്തെ സംഭവം ഉണ്ട് എന്നല്ല. അപ്പോൾ ഇപ്പോഴും അതവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്കും ഭയങ്കര അത്ഭുതമായി. നമ്മളെ സാദാ ജിലേബിയില്ലേ, അതല്ല, വെല്ലത്തിലാക്കുന്ന ജിലേബിയാണ് കേട്ടോ. അപ്പം അമ്മ ഇങ്ങനെ ആരോടല്ലോ അവിടുന്ന് കണ്ട
എന്താ മുന്നേ പരിചയമുള്ളവരോടെല്ലാം ഇങ്ങനെ കണ്ടിട്ട് സംസാരിക്കുവാണ്. പിന്നെ നമ്മളിതാ ഓട്ടോയിൽ നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പം നമ്മളൊന്നിച്ചിട്ട് ഓട്ടോയിൽ വേറൊരു അമ്മമ്മയും കൂടി കയറിയിട്ടുണ്ടായിനെ. അവർ പോകുന്ന വഴിക്കൊരു സ്റ്റോപ്പിൽ ഇറങ്ങുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ നേരെ ഇതാ വീട്ടിലേക്ക് പോവാണ്. പണ്ടത്തെ പോലെ അത്രമാത്രം വയലും കാര്യങ്ങളൊന്നും ഇപ്പം കാണുന്നില്ല. കാരണം എല്ലാ സ്ഥലത്തും വീട് തന്നെയാണ് കേട്ടോ. അപ്പോൾ റിക്കോർഡിനാണെങ്കിൽ ഉറക്കം തൂക്കി ഇത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അമ്മേൻ്റെ മേത്ത്. പക്ഷെ നമ്മൾ ഏകദേശം വീടെത്താനായിട്ടുണ്ടായിന്. പിന്നെ വീടെത്തിക്കഴിഞ്ഞ് അവൻ കളിക്കുകയെല്ലാം ചെയ്ത് അതിന് ശേഷം കാരണം തോന്നുന്നു പിന്നെ ഞാൻ അവൻ ഉറക്കിയത്. അപ്പം നമുക്കത് വഴിയേ കാണാം കേട്ടോ. അപ്പം വീട്ടിലെത്തിയപ്പം അതാണ് ബാബു ഏട്ടൻ, മാമൻ്റെ മോനാണ്. പിന്നെ നമ്മളെല്ലാവരും തന്നെ വീട്ടിലുണ്ടായിരുന്നു. അപ്പം അച്ഛനും ബാബുണ്ണൊന്നും വന്നിട്ടില്ല. അവർ വീട്ടിൽ നമ്മൾ ചോറിലാക്കിയിട്ടാണ് പോയത്. അതൊക്കെ കഴിച്ചേട്ടാ. അപ്പം നമ്മൾ പോയ വിശേഷവും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ആ ജിലേബി. അപ്പം അമ്മായി ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ കൊടുക്കുവാണ്. ഇതുപോലെ പേപ്പറിൽ പൊതിഞ്ഞിട്ടാണ് അവർ തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് വയലിലേക്ക് പോകുന്നതാണ്. നല്ല അടിപൊളി നെൽപ്പാടാണ് അവിടെ ഉള്ളത്. അപ്പം നെല്ലുണ്ടെന്നൊന്നും അറിയില്ലായിരുന്നു. അവിടെ പോയപ്പോൾ നമ്മൾ അറിഞ്ഞത് തന്നെ. ഈ മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ അവിടെ ഏച്ചിമാരും നമ്മളെ കുഞ്ഞാറ്റൊന്നും വയലിലേക്ക് പോകാറേ ഇല്ല എന്ന് പറഞ്ഞാൽ പോയിട്ട് തന്നെ ഒരുപാട് നാളായി എന്നാട്ടാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ നമ്മൾ ദൂരെ നിന്നുകൊണ്ടും നമുക്കിതെല്ലാം ഒരു ആകാംക്ഷയാണല്ലോ. അങ്ങനെ നമ്മളിതാ നടന്ന് പോകുന്നുണ്ട്. അപ്പം ഉച്ചയാകുമ്പോഴേക്ക് നമ്മളെ മാമൻ എനിക്ക് 2 മാമന്മാരാണ്. അപ്പം വേറൊരു മാമനും അമ്മായിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മാമൻ വീട്ടിലുണ്ട്. അപ്പം അമ്മായിയും നമ്മളെല്ലാവരും കൂടിയിട്ട് ഇതാണ് കേട്ടോ. അമ്മേനെ കാണിച്ചു തരാം. പിന്നെ അമ്മായി എല്ലാവരും കൂടിയിട്ട് ഇതാ വയലിലേക്ക് നടന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഒരുപാട് മാറ്റങ്ങൾ ഈ വഴിയിലും എല്ലാം വന്നിട്ടുണ്ട്. പണ്ട് ഞാൻ ഐസിൻ്റെ പിന്നാലെ ഓടി വീണ റോഡാണെന്നാണ് കാണുന്നത്. നമ്മളിതിങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം ഇനി നിങ്ങൾ കാണാൻ പോകുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണ്. റിക്കൂട്ടനും ഭയങ്കര എക്സൈറ്റഡ് ആണ് വയൽ കാണാൻ വേണ്ടിയിട്ട്. ഓനും ആദ്യമായിട്ട് കാണുന്നതാണല്ലോ. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര നൊസ്റ്റുള്ള സ്ഥലമാണ്. ലാസ്റ്റ് ഞാനിവിടെ വന്നത് ഞാനും നിന്നണ്ണും അവിടെ നിന്നണ്ണൻ്റെ അമ്മയും നമ്മളെ കുഞ്ഞായിരുന്നുള്ള സമയത്തും വന്നതാണ്. അപ്പം അതിൻ്റെ ഫോട്ടോ ഞാനിവിടെ ആഡ് ചെയ്യാം. അതിന് ശേഷം പിന്നെ വരുന്നത് ഇതാ ഇപ്പാണ് കേട്ടോ. അപ്പോൾ അവിടെ ആ ഒരു സ്ഥലം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. എന്തോ ഒരു ഇതായിരുന്നു ഉള്ളിൽ ആ സമയത്ത്. മീൻസ് നമ്മളെ എന്താ പറയണ്ടേ, കൂടെ ഉണ്ടായിരുന്ന ആൾ എത്ര പെട്ടെന്ന് ഇല്ലാണ്ടായത്, അങ്ങനെയല്ല ഇങ്ങനെ പെട്ടെന്ന് നമ്മളങ്ങനെ ചിന്തിച്ചു പോകും. പിന്നെ അവിടുത്തെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് പിന്നെ കുറച്ച് അവിടെ ഇങ്ങനെ നിന്ന് കേട്ടോ. കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ അവിടെ നിന്ന്. പിന്നെ നമ്മളെ റിക്കൂട്ടൻ ഉണ്ടല്ലോ നമ്മളെ ഉഷാറാക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, നോക്കത്താ ദൂരത്തോളം നല്ല നെല്ലിങ്ങനെ വിളഞ്ഞ് കിടക്കുമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ നേരിട്ട് കാണുന്ന ആ ഒരു ഭംഗി എൻ്റെ ഈ ഫോണിൽ കിട്ടുന്നില്ല. നേരെ ഇറങ്ങിച്ചെല്ലാം റിക്കുവിൻ്റെ കണ്ണുപെട്ടത് ഇതാ ഈ ഒരു സംഭവം. നമ്മൾ സൂര്യനും പുഴുവാക്കി കഴിക്കുന്ന ഈ ഒരു ചെടിയിലെ പുല്ല് അത് കേട്ടോ. ഇത് നോക്ക് പുഴു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായില്ല. ഞാനിട്ട് റിക്കുന്നുണ്ട് അത് പുഴുവെള്ളടാ നെല്ലാണ്. പിന്നെയാണ് ഈ സംഭവം ഞാൻ കാണുന്നത്. നമ്മളെ കണ്ണ് മൊത്തം നെല്ലിലേക്കും വാഴയിലേക്കും ആയിരിക്കുമല്ലോ. അങ്ങനെ റിക്കൂട്ടൻ അത് ആ ഒരു സംഭവം പറിച്ചു കൊടുത്ത് പിന്നെ നമ്മൾ മൊത്തം ആസ്വദിക്കലായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ നിന്നണ്ണും ഞാനെല്ലാം വന്ന സമയത്ത് ഇവിടെ അന്ന് മൊത്തം പച്ചപ്പായിരുന്നു. പച്ചപ്പ് നടുക്ക് കുറേ വെള്ളം അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ.
കുറേ നെല്ല് ഇതുപോലെ ചെരിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും അമ്മായിയെല്ലാം പറഞ്ഞു ചിലപ്പോൾ ഇങ്ങനെ കാറ്റ് കൊണ്ട് ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കും, അതുപോലെ ആയതെന്ന് തോന്നുന്നു. പിന്നെ കുറേ നിലത്തിങ്ങനെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അമ്മ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അയ്യോ എത്രയാ നിലത്ത് വീണിട്ടുള്ളത് എന്നൊക്കെ. പക്ഷേ എനിക്കൊന്നും അവിടെ ഉള്ളവർക്ക് അതൊന്നും ഒത്തിരി ആയിരിക്കില്ലല്ലോ. നമ്മൾ ഇങ്ങനെ ആദ്യമായിട്ട് കാണുന്നവർക്കായിരിക്കും അയ്യോ ഒന്ന് വേറിപ്പോയല്ലോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവുക. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ അമ്മേൻ്റെ വീട്ടിൻ്റെ ബാക്കിൽ തന്നെ ഒരു ശിവക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടെ കോമരം വരുന്നുണ്ട്. വേറെ നമ്മൾ രാവിലെ പോയ അമ്പലമില്ല, ഈ അമ്പലത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കോമരം വരും. എന്നിട്ട് ഇവിടെ നിന്ന് എന്തോ സംഭവം എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോകും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ചിഞ്ചു ചേച്ചി വൈകുന്നേരം ജോലിയും കഴിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ നേരെ ഈ അമ്പലത്തിലേക്ക് പോവുക കേട്ടോ ചെയ്യുന്നത്. ചെണ്ടക്കാർ വയൽ വഴി കയറി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിനെ. അങ്ങനെ നമ്മൾ അവിടെ നിന്നിട്ട് വീട്ടിലെത്തി. അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്നില്ല, നമുക്കിങ്ങനെ സൈഡിൽ റോഡ് സൈഡിൽ നിന്നാൽ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ടാണ് നടന്നിട്ട് അങ്ങോട്ടേക്ക് പോവാനേ. അങ്ങനെ പോകുന്ന വഴിക്കാന്ന് ഇതാ ഒരു മാവിൽ നിറച്ചും കണ്ണി മാങ്ങകൾ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു സന്തോഷം തോന്നി. അടുത്തെല്ലാം കുറേ വേറിയിട്ടുണ്ടായിരുന്നു. നമ്മളിത് കാണേണ്ട തിരക്കാണ്ട് ഇങ്ങോട്ട് വന്നു. അപ്പം കുറേ പേര് ഇവിടെ അവരൊന്നിച്ച് പോകാൻ തന്നെ വേണ്ടിയിട്ട് സെറ്റ് സാരൊക്കെ എടുത്തിട്ട് നിൽക്കുന്നുണ്ട്. ഒരുപാട് പേര് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കോമരത്തിനെ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ മീൻസ് ഇങ്ങനെ വളർത്തി ഇതാക്കുന്നത് കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. പോവില്ല. റിക്കൂട്ടൻ താഴെ ഇറങ്ങി നിന്നിട്ട് കാഴ്ചകളെല്ലാം കാണുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഫുൾ ഇവരെ വീഡിയോ മാത്രമാണ് ഇപ്പോൾ എടുക്കുന്നത്. എന്താ വെച്ചാൽ ഞാനിങ്ങനെ ചേച്ചിനോട് ഡൗട്ടെല്ലാം ചോദിക്കും. ഇവർ അമ്പലത്തിന് ഇതിൻ്റെ സ്റ്റെപ്പ് കയറിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ അമ്പലം വരുന്നത്. അപ്പം ഇങ്ങനെ ഇവർ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോവുക, ഇവർ വാളെടുത്തിട്ട് ശരിക്കും ഇങ്ങനെ കൊത്തുമോ, അന്നേരം ചോര വരൂലേ, അങ്ങനെ എന്തൊക്കെയോ ഡൗട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർ കുറേ ഇലയും പിന്നെ കിണ്ടിയിലിങ്ങനെ വെള്ളം വെച്ചിട്ടും അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കേ. അമ്പലത്തിൽ നിന്ന് തിരുമേനി കലശമൊക്കെ കൊടുക്കും, അതുകൊണ്ട് ഒരു ശിവക്ഷേത്രം. അങ്ങനെ നമ്മൾ നിൽക്കുമ്പം ചിഞ്ചു ചേച്ചി പറഞ്ഞാൽ ഇവിടുത്തെ മുന്നേ ഉണ്ടായ കോമരം കുറച്ച് ദിവസം മുന്നേ പോലും മരണപ്പെട്ടത്. അപ്പം വലിയ ആഘോഷങ്ങളില്ലാണ്ടും
എന്നാൽ ഉത്സവം മാത്രമായിട്ടും അങ്ങനെയാണ് നടത്തുന്നത് കേട്ടോ.
അങ്ങനെ ഏകദേശം കഴിയാനായിന്ന് കണ്ടപ്പോൾ അന്ന് റെക്കോർഡിനോട് വന്നിട്ട് എന്നോട് പറഞ്ഞത് അമ്മ പൂച്ചേ വാ പോവാലോ കഴിഞ്ഞു. ഇപ്പം ഓന് മനസ്സിലായി ഏകദേശം കഴിയാറായി എന്നുള്ളത് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് അവർ തിരിച്ച് മറ്റേ അമ്പലത്തിലേക്ക് പോകുവാന്ന്. അപ്പോഴേക്കും ചുവപ്പിട്ട് കോമലൻ വരുന്നാണ്ട് റിക്കൂട്ടൻ കരഞ്ഞു തുടങ്ങി. പിന്നെ അവരങ്ങ് പോയപ്പോൾ ഓൻ ഓക്കെ ആയി കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോയത്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. നമ്മളെ പഴയ വീഡിയോസ് കൂടി ഒന്ന് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.